സിനിമയുടെ വ്യാജ പതിപ്പുകൾ തടയാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് ആവശ്യപ്പെടുന്നു. വ്യാജ പതിപ്പുകൾ പ്രചരിക്കുന്ന ടെലഗ്രാം ആപ്പ് നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെടണമെന്ന് ഫിയോക് ജോയിന്റ് സെക്രട്ടറി സുരേഷ് ഷെനോയ് 24-നോട് പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റിൽ ഒരു അപേക്ഷ കൊടുത്തിട്ട് ടിക്ടോക്ക് ബാൻ ചെയ്ത പോലെ ടെലിഗ്രാം, പിന്നെ അതേപോലത്തെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഒരു 4-5 എല്ലാം ചൈനീസാണ്. അതെല്ലാം ബാൻ ചെയ്യണം ഇന്ത്യയിൽ. ഇതിൻ്റെ ഒരു 90% ഇത് അതിൻ്റെ ഒരു ഇത് കിട്ടും ഞങ്ങൾക്ക് റിസൾട്ട്. ഹൈ സ്പീഡ് ഇന്റർനെറ്റിൽ ഫിലിം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറും ബാൻ ചെയ്യണം. ടൊവിനോ തോമസ് ചിത്രമായ അജയന്റെ 2ാം മോഷണത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയ മോർണിംഗ് ഷോയിൽ ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. വ്യാജ പതിപ്പുകൾ മലയാള സിനിമകൾക്ക് വീണ്ടും വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഏറ്റവും അവസാനമായി ടൊവിനോ ചിത്രമായ അജയന്റെ 2ാം മോഷണം എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് അത് ടെലഗ്രാമിലൂടെ ട്രെയിനിൽ നിന്ന് ഒരാൾ കാണുന്നതിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് അതിന്റെ സംവിധായകൻ പങ്കുവച്ചത്. പരിതാപകരം എന്നാണ് പറയാനുള്ളത്. അതിന്മേലൊരു അന്വേഷണം നിലവിൽ കൊച്ചി സൈബർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സംവിധായകനായി ജിതിൻലാൽ മേൽമുഖാന്തരം നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ജിതിന്റെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നു. സാധാരണഗതിയിൽ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തിയേറ്ററുകളിൽ നിന്നാണ് ഈ പ്രിന്റുകൾ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് എത്തുന്നത്. നേരത്തെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് എങ്ങനെയാണ് ചിത്രീകരിച്ചതെന്ന് നമ്മൾ വാർത്ത പുറത്തുവിട്ടതാണ്. തിയേറ്ററിനകത്ത് ട്രൈപോഡുമായി കയറി അത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് പുറത്തേക്കിറങ്ങി അത് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തതാണ് രീതി. അതുകൊണ്ട് പക്ഷേ തിയേറ്റർ ഉടമകൾക്ക് ഇവരെ പിടികൂടുന്നതിൽ ചില പരിമിതികൾ ഉണ്ടെന്നാണ് ഫിയോക്ക് പറയുന്നത്. സർക്കാർ ഇടപെടൽ ഈ വിഷയത്തിൽ അടിയന്തരമായി വേണം. അതല്ലെങ്കിൽ അത് സിനിമാ വ്യവസായത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഈ തമിഴ് റോക്കേഴ്സ് അടക്കമുള്ള സംഘടനകൾ അല്ലെങ്കിൽ അത്തരം സംഘങ്ങൾ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് പണത്തിനപ്പുറത്തൊരു മാനസിക സുഖം എന്നതാണ് ഫിയോക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ടെലഗ്രാം അടക്കമുള്ള സൈറ്റുകൾ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുക മാത്രമാണ് ഇതിലുള്ള ഒരു പോംവഴി. അതല്ലാതെ ഇതിലേതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്താൽ മാത്രം കാര്യമില്ല. കാരണം അത് അവിടെ നിലച്ചു പോകുന്നു, കൂടുതൽ കണ്ണുകളിലേക്ക് എത്താൻ പറ്റാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം സൈറ്റുകൾ ബാൻ ചെയ്യുക എന്നുള്ളതാണ് ഫിയോക്ക് ഒരു നടപടിയായി അല്ലെങ്കിൽ ഒരു പ്രതിരോധ നടപടിയായി മുന്നോട്ട് വെക്കുന്നത്. അതിൽ സർക്കാർ ഇടപെടലും സാംസ്കാരിക വകുപ്പും ഒക്കെയാണ് മറുപടി നൽകേണ്ടത്. അജയന്റെ 2ാം മോഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന ശുഭാപ്തി വിശ്വാസവും പോലീസും പങ്കുവെക്കുന്നുണ്ട്. കൊച്ചി സൈബർ പോലീസ് അത്തരം ചരിത്രമുള്ള പോലീസാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടികൂടാനാകുമെന്നും ഏറെക്കുറെ ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന വിവരമാണ് കൊച്ചി സൈബർ പോലീസ് പങ്കുവെക്കുന്നത്. എസ്.കെ. താങ്ക് യു വിഷ്ണു സുരേഷ്. ഷിനിൽ വർഗീസ് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. എസ്.കെ.എൻ എവിടെയാണ് അമ്മയുടെ യോഗം വിളിച്ചെന്ന് വ്യാജ വാർത്ത പ്രചരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഷിനിൽ വർഗീസ് ഡൽഹിയിലാണ് താമസിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഷിനിലെ ഞാൻ ആ ചാനലുകളുടെയൊക്കെ പേര് പറഞ്ഞാൽ ഓടി അങ്ങോട്ട് പോകാനല്ലേ? നിങ്ങളിപ്പോൾ 24 തന്നെ നിൽക്കുക. 24 ഈ വാർത്ത വിശദമായിട്ട്